ഞാൻ പറയുന്ന കാര്യങ്ങളെ ഈ ചാനൽ തുടങ്ങിയിട്ട എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് കത്തും. എന്താ വെച്ചാൽ 2-3 ദിവസമായി എൻ്റെ കയ്യിൽ എൻ്റെ കാറില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവൻ്റെ 2 വീലറായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്ന് ഞാൻ 2 വീലർ കൊണ്ടിട്ട് കൊടുത്തിട്ട് കാറ് മേടിക്കാൻ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നെനിക്ക് വീട്ടിൽ വന്ന് കയറാലോ എന്ന് പറഞ്ഞിട്ട് ഞാനും മക്കളോടും ഇന്ന് 2 വീലറിൻ്റെ മുകളിൽ പൂനൂരേക്ക് പോയി. അപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ കൊയിലാണ്ടി ചെറിയ മഴ ഉണ്ട് കേട്ടോ. ബാലുശ്ശേരി കഴിഞ്ഞിട്ട് മഴ ഇല്ല താനും. അപ്പോൾ ഞാൻ കുറേ വിചാരിച്ചു ഈ പോകുന്ന സംബന്ധിച്ചിട്ടൊരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം എന്താ, 2 വീലർ അവിടെ കൊണ്ട് കൊടുക്കുന്നു, വീട്ടിലൊന്ന് കയറുന്നു, കാർ എടുക്കുന്നു, പോരുന്നു. ഇതിപ്പോൾ സ്ഥിരം ഞാൻ വീട്ടിൽ പോകുന്ന വ്ളോഗ് എടുക്കുന്നതല്ലേ, അപ്പം എന്തിനാ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം വീട്ടിൽ പിള്ളേരെ 2 വീലറിനെ കൊണ്ടുവച്ച് ഇറക്കി ഞാൻ താമരശ്ശേരി കാർ എടുക്കാൻ പോവുക. അപ്പോൾ വീട്ടിൽ പിള്ളേരെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അച്ചോടാ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കായിരുന്നു, എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് ഓൺ വോയിസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വയം സമാധാനിപ്പിച്ചു, വേണ്ട, അവിടുന്ന് കാറെടുത്ത് വീട്ടിൽ കയറിയാൽ ഞാനങ്ങ് പോകുമല്ലോ, ആയിക്കോട്ടെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് കാറ് മേടിച്ചു, വീട്ടിലെത്തി. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കായിരുന്നു, വാപ്പയും മക്കളും ഉമ്മയും എല്ലാവരോടും. അപ്പോൾ ഇവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനും ചാടി കയറി കഴിക്കാനിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോടാ വീഡിയോ എടുത്തില്ലല്ലോ, ചക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചക്ക പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു എന്നെ തന്നെ, ഞാൻ ഒരുപാട് ചക്ക പുഴുങ്ങിയതിൻ്റെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, പിന്നെ എന്താന്ന് രണ്ടാമത്തെ സമാധാനിപ്പിക്കലാണേ. അത് കഴിഞ്ഞ് എനിക്ക് ഹെൽമെറ്റിന് ഭയങ്കര വെയിറ്റായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വണ്ടി 2-3 ദിവസം അടുപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ 2-3 ദിവസം ഒന്നും ഞാൻ വണ്ടി 2 വീലറിൻ്റെ മുകളിൽ പോയിട്ടില്ല. അപ്പം ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, ഉള്ളിയേരി വെച്ചതായിരുന്നു കേട്ടോ വണ്ടി. അപ്പോൾ ഇന്ന് താമരശ്ശേരി തൊട്ടോളം വണ്ടി ഓടിച്ചു പോകും. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റോ ആണോ എന്ന് എനിക്കറിയില്ല, വീട്ടിൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മൈഗ്രൈൻ്റെ ട്രിഗർ വന്നു. അപ്പോൾ ഞാൻ ബാപ്പാനോട് പറഞ്ഞു പെട്ടെന്ന് വണ്ടി എടുത്തോ, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അല്ലേ ഞാൻ അതിൻ്റെ മുമ്പ് ബാപ്പാനോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ടെങ്കിലും പോകാൻ നേരത്ത് ഇങ്ങോട്ട് വരേണ്ടി, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടേന്ന്. അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ജൂൺ 21 പോസ്റ്റ് ചെയ്യൂല കേട്ടോ, പറയാൻ പറ്റൂല കേട്ടോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ചിട്ടാട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഫാദേഴ്സ് ഡേക്കുള്ളൊരു വീഡിയോ എടുത്ത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് സമാധാനിച്ചു. എനിക്ക് സ്ഥിരം പരിപാടി, വെയിൻ കിട്ടാത്തൊരു പ്രശ്നം. 3 സിസ്റ്റർമാർ 2 കൈയിൻ്റെ മുകളിൽ തലങ്ങും വിലങ്ങും. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഒരേ സമയത്ത് 2 കൈയിൻ്റെ മുകളിലും വെയിന് വേണ്ടിയിട്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോടാ, രാവിലെ തൊട്ടേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയല്ലേ. ഒരു കൈയിൻ്റെ മുകളിൽ കുത്തി കിട്ടിയിട്ടില്ലെങ്കിലല്ലേ എല്ലാവരും അടുത്ത കൈയിൻ്റെ മുകളിൽ നോക്കൂ. ഇത് ഒരു കൈയിൻ്റെ മുകളിൽ ഒരു സിസ്റ്ററും വേറൊരു കൈയിൻ്റെ മുകളിൽ ഒരു ബ്രദറും, ഇവർ ഒരേ സമയത്ത് എൻ്റെ 2 കൈ എനിക്കിട്ട് ഇങ്ങനെ കുത്തുക. ഇപ്പം അതൊക്കെ റെയർ കാഴ്ചകളാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചോടാ അത് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു, ഞാൻ കുറേ ഹോസ്പിറ്റൽ വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ, പിന്നെന്താ, അങ്ങനെ അതും സമാധാനിപ്പിച്ച്. അത് കഴിഞ്ഞ് ചായക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛേ മുമ്പേ തൊട്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തായിരുന്നല്ലോ എന്ന് ആകെ സങ്കടം തോന്നി. അത് കഴിഞ്ഞപ്പം മോൻ പറഞ്ഞ് ഉമ്മയ്ക്കൊരു ജേഴ്സി വേണം. എന്താ ജേഴ്സി അല്ലേ,
ജെസ്സി എന്നല്ലേ ആ എന്നുവെച്ചാൽ നമ്മുടെ കളിക്കാരെ കുപ്പായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോപ്പ് കയറി 350 രൂപ എന്ന് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വാങ്ങിക്കുമെന്ന് തന്നെ. അപ്പോൾ പെട്ടെന്ന് വാപ്പി വന്നിട്ട് എന്നോട് ചോദിച്ചു എത്ര പൈസ? ഞാൻ പറഞ്ഞു 350. അവിടെ നിന്ന് വാങ്ങണ്ട, അവിടെ നല്ല പൈസയാണെന്ന് തന്നെ. അപ്പം മോന് ചെറിയതായിട്ടൊരു ദേഷ്യമൊക്കെ വരുന്ന രീതിയിലൊക്കെ ആയിട്ടോ. പക്ഷേ വാപ്പിനോട് ഇത് എതിർത്ത് പറയാൻ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞു വാപ്പി പറഞ്ഞ കടന്ന് വാങ്ങരുതെന്ന്. ഷോപ്പ് എന്ന് വെച്ചാൽ ഈ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു കട, ഒരു ഒരു എന്താ പറയുക 100-200 മീറ്റർ മാറ്റം. അവിടെ പോയി ചോദിച്ചു എത്ര പൈസയാണ്? 300 റുപ്യ. ഒരു 100-200 മീറ്റർ മാറിയപ്പോൾ അപ്പുറത്ത് 350 ഉള്ളത് ഇവിടെ 300 റുപ്യ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നാട്ടുകാർക്ക് കൂടെ കണ്ടുകൂടായിരുന്നോ? 200 മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ 50 റുപ്യാണ് ഞാൻ കുറഞ്ഞ്. അപ്പോൾ വാപ്പി പറഞ്ഞ് അവിടെ ഇവന് പറ്റിയ സൈസില്ല. അപ്പോൾ വാപ്പി പറഞ്ഞ അപ്പുറത്തൊരു വേറൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് പോയി നോക്കുക. അവിടെ പോയി നോക്കുമ്പോൾ 200 റുപ്യ. ഇവിടെ 300 അവിടെ 200. അവിടെ നോക്കുമ്പം സൈസില്ല. കാരണം ഇപ്പം കളിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും മേടിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പുണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അവിടെ 420 റുപ്യ. അതിൻ്റെ തൊട്ട് മുമ്പിലൊരു ഷോപ്പുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു 350 റുപ്യ. പറഞ്ഞു വേണ്ട, 300-അപ്പുറത്ത് കിട്ടുമെന്ന് തന്നെ. ഞങ്ങളിങ്ങ് തിരിച്ച് പോന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങൾ 300 തന്നാൽ മതി തന്നെ. അല്ല 300 തന്നാൽ മതി, നിങ്ങൾ സാധനം എടുത്ത് തന്നെ. അപ്പം മോൻ ചോദിക്കുക അല്ലമ്മ ഇതൊക്കെ വീഡിയോ എടുത്തുകൂടായിരുന്നോ? നമുക്ക് പോസ്റ്റ് ചെയ്തുകൂടായിരുന്നു? അല്ലേ തന്നെ ഇത് വീഡിയോ എടുത്തിട്ടില്ല, തുടക്കം തൊട്ടേ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാനിങ്ങനെ ആകെ എന്താ പറയുക സമാധാനിപ്പിച്ച് നടക്കുമ്പോൾ ഓനിങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വാപ്പിൻ്റെ ഫ്രണ്ട്സിലെ കാണുന്നു. അതിന് വാപ്പ കപ്പ മേടിക്കല്ലേ എന്ന് പറഞ്ഞു. ഷടാ, അടുത്ത കണ്ടൻറ്റ് അതും മിസ്സായി. കാരണം ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഇത് കണ്ടൻറ്റ് ആണ് നമുക്ക് മെയിനായിട്ട്. ഇതിൻ്റെ ക്ഷാമമാണ് നമുക്ക് ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഉമ്മയും വാപ്പയും എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചു. മിസ്സായില്ലേ? അതും കഴിഞ്ഞ് ഞാൻ നേരെ കാറെടുത്തിട്ട് കൊയിലാണ്ടിക്ക് ഇങ്ങ് പോന്നിട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇത്രയും കാര്യം ഒരു ദിവസം നടന്നിട്ട് ഞാനൊരു യൂട്യൂബ് ബ്ലോഗറായിട്ട് നമുക്ക് ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇനി യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിനി ഞാൻ ബാക്കി പറയാനറിയാതിട്ടാന്നും പറഞ്ഞ് ഞാൻ വരണ്ട കേട്ടോ, കളിയാക്കിയതാണ്. അപ്പോൾ ഈ എല്ലാവർക്കും ഓരോരോ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. ഇതെൻ്റെ മുമ്പ് കൂടി അങ്ങനെ ഓരോന്ന് ഓടിപ്പോകുമ്പോൾ ഞാനത് നോക്കുന്നില്ല. എന്തല്ലേ ചെയ്യുക? അപ്പം എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ ഇതൊന്നും എടുത്തില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, കണ്ടിട്ടില്ലെങ്കിലും ഇന്നത് നടന്നത് ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിച്ചോട്ടടേ. നെഗറ്റീവ് വേഗം നിങ്ങൾ ഇട്ടോളി, ഞാൻ കാത്തിക്കുക. ഏതായാലും കൈ നിറയെ മോതിരല്ല കേട്ടോ, ഒരു 10-15 കുത്തെങ്കിലും അവർ കുത്തി. വെയിൻ കിട്ടി. അത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? ചില ഹോസ്പിറ്റലിലത്തെ നഴ്സുമാരുടെ പെരുമാറ്റം കാണുമ്പോൾ വിചാരിക്കും ഇവരെ തന്നെയാണോ നമ്മളൊക്കെ മാലാഖമാരെന്ന് പറയുന്നതെന്ന്. പക്ഷെ നീ യഥാർത്ഥത്തിലുള്ളൊരു മാലാഖനെ ഞാൻ കണ്ടടോ. ഹോസ്പിറ്റലിൽ എവിടെ നിന്ന് എനിക്ക് കൈ ഇങ്ങനെ തലങ്ങും വിലങ്ങും വെച്ചിട്ട് ഇവർ വെയിൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒരു വെയിൻ ഡിറ്റക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടേതാണ്, മുതിർന്ന ആൾക്കാരുടേതല്ല. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു മാലാഖക്കുട്ടി പ്രത്യക്ഷപ്പെട്ടു. മാലാഖക്കുട്ടി പറയുന്ന മാലാഖക്കുട്ടി 4 പ്രാവശ്യം കുത്തി നോക്കിയിട്ടുണ്ടെന്നാ. 4ാമത്തെ കുത്ത് ഇനി ഞാൻ ഇവളെ കുത്തില്ല, ലാസ്റ്റ് കുത്താന്നും പറഞ്ഞിട്ട് എൻ്റെ ഈ ഒരു വിരലിൻ്റെ മുകളിലാട്ടോ അവർക്ക് കുത്തുന്നത്. എനിക്ക് എന്നുവെച്ചാൽ ആ ഒരു സാധനം കുട്ടികൾക്കിടുന്നത് ഇതാണ് എനിക്കിത് അത്രയും ചെറിയ നരമ്പാണ് എനിക്കുള്ളത്. എനിക്കെന്തോ ഞാൻ നരമ്പ് രോഗിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിസ്റ്റർ അത് ഇട്ട് കഴിഞ്ഞപ്പം ഇത് ഒട്ടിക്കുന്നില്ല. ഒട്ടിച്ചാൽ ഔട്ടായി പോകുമെന്ന് പേടി അവർക്ക്. എന്നിട്ട് ആ ട്രിപ്പ് തീരോളും ആ നേഴ്സ് ഇങ്ങനെ ആ കുത്തിയ ആ പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സ് പറയാ, ചിലർ നമ്മൾ പൊതുവേ പറയല്ലേ നേഴ്സുമാർ മാലാഖമാരാണെന്ന്.
പക്ഷെ ചില ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ഒക്കെ നഴ്സുമാരെ കണ്ടാൽ ഇതമോ ടെറർ ലുക്കാ. പക്ഷെ ഇത് ശരിക്കൊരു മാലാക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഏതായാലും മരുന്നൊക്കെ കിട്ടിയൊക്കെ വീട്ടിലെത്തി. എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരോടും ബൈ ബൈ. ടാ.